ശിവരഞ്ജനിക്ക് എല്ലാവിധ ആശംസകളും. കാരണം ഇത് എങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ കഥ പറയുന്നത്, അവരുടെ സർക്കിളിൽ നിന്ന് അവരെങ്ങനെയാണ് അതിനെ നറേറ്റീവ് ചെയ്യുന്നത്, പോർട്രേറ്റ് ചെയ്യുന്നത്, അവരുടെ സ്കില്ലിനെയൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നും കൂടി ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ഷാൻഹായ് ഫിലിം ഫെസ്റ്റിവലിൽ നല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അടുത്ത ദിവസങ്ങളിൽ റിലീസാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ കാണണം, വുമൺഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി ഇത് സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ ഒരു സംരംഭം വഴി അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടോട് കൂടി ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഇനി വരുന്ന ഫിലിം മേക്കേഴ്സിന് അത് സാധ്യമാവണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പവർ പാക്കിംഗ് ആയിട്ടുള്ള നരേഷൻ ഉണ്ടാവണം, ആ കഥ പറച്ചിലുണ്ടാവണം. നമ്മൾ നിലനിന്നിരുന്ന ഒരു പേട്രിയാക്കിൽ നിന്ന് അതിനെ തകച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് കാണാനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കണം. അത് ശിവരഞ്ജനിയെ പോലുള്ള എന്താ പറയുക മേക്കേഴ്സിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും, എക്സ്പെഷ്യലി സെൻട്രൽ ക്യാരക്ടർ മീനാക്ഷി ജയൻ, ഷീസ് വണ്ടർഫുൾ ആക്ടിങ്. അതുപോലെ തന്നെ മറ്റ് സൈഡായിട്ടുള്ള ജോളി ചേച്ചീനെ പോലുള്ള ശ്രീഷ്മേനെ പോലുള്ള ആളുകൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷി ഓൾ ദി ബെസ്റ്റ് എൻ്റെ ടീം. താങ്ക് യു സോ മച്ച്. ഭയങ്കര നല്ല മൂവിയാണ്, ഒരു വെൽ ക്രാഫ്റ്റഡ് മൂവിയാണ്. ശിവരഞ്ജിനി ഒരു ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് ഈ കാസ്റ്റിംഗ് ത്രൂ അവരുടെ ഫുൾ പാഷൻ ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ സിനിമകൾ ഓഡിയൻസിലേക്ക് എത്തണം, ആൾക്കാർ കാണണം. നല്ല എന്താ പറയുക, ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്ന പടമാണ്. എവ്രി കാസ്റ്റ് അത് എടുത്ത് പറയണം. മീനാക്ഷി ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഓരോ ക്യാരക്ടറും ഭയങ്കര പാഷനേറ്റാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്ലോയിൽ നമുക്കത് കണ്ടിരിക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ മൂവി. അപ്പോൾ എല്ലാവരും തിയേറ്ററിലൊക്കെ പോയി കണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ വിജയിപ്പിക്കണം, പ്രൊഡക്ഷൻ സക്സസ് ആക്കി കൊടുക്കണം. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഐ ഡോണ്ട് നോ നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രൊമോഷൻ കിട്ടും, അത് കണ്ടിട്ട് എത്ര പേര് തിയേറ്ററിൽ വന്ന് കാണുന്നു. ഇറ്റ്സ് നോട്ട് എ ബിഗ് ബഡ്ജറ്റ് ഫിലിം, അതിനുള്ള സ്കോപ്പുള്ളൊരു സിനിമയൊന്നുമല്ല. പക്ഷേ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ്, അതിൻ്റെ നറേറ്റീവ് എത്ര രസമായിട്ട് ഒരു ബഞ്ച് ഓഫ് ഡെബ്യൂട്ടൻസ് എത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി റോ പ്രസൻറ്റേഷൻ. ഒരു ചെറിയ സിനിമയാണ്, 84 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും വന്ന് കാണാൻ നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ആർട്ടിസ്റ്റുകളെയും സിനിമയും ആർട്ടിനെയും നല്ലോണം സപ്പോർട്ട്. ഇതിൽ കണ്ട പലരും പറഞ്ഞത് സ്ത്രീകളുടെ ബുദ്ധിമുട്ടിനെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീ തന്നെ പോർട്രേറ്റ് ചെയ്തപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, അതായത് ഇതിൻ്റെ സൈഡിലൊരു മെയിൽ ഗേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പുരുഷന്മാർ സ്ക്രീനിൽ വരാതെ എങ്ങനെ രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അവരുടെ പെർസ്പെക്റ്റീവ്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, സ്ത്രീപക്ഷമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാമെന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ശിവരഞ്ജനി ഭയങ്കര സ്മാർട്ടായിട്ട് അത് എഴുതിയിട്ടുണ്ട്. മീനാക്ഷി, ബാക്കി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാവരും, ശ്രീഷ്മ, സ്റ്റീജ, ഗ്രേറ്റ് പെർഫോമൻസസ് ആണ്. ഇവരൊക്കെ ആദ്യം ഈവൻ ദ ക്യാമറ ആദ്യം തുടക്കക്കാരാണെന്ന് നമുക്ക് അവരുടെ ക്രാഫ്റ്റ് എന്താ തോന്നുന്നില്ല. അപ്പോൾ ഇറ്റ് ഫീൽസ് വെരി പേഴ്സണൽ. ഐ മീൻ നല്ല ആർട്ടും നല്ല സിനിമയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ മലയാളികൾ ഇങ്ങനത്തെ സബ്ജക്ട്സ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് മുന്നോട്ട് വരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും പറ്റുന്ന അത്രയും സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ഒരു സിനിമ. ഇറ്റ്സ് വർത്ത് വാച്ചിങ്. ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഞാൻ അഭിനയിച്ചതുകൊണ്ടല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ KSRTCയുടെ ഭാഗത്തുനിന്ന് സ്ത്രീ സംവിധായകരുടെ സിനിമകൾ ഉണ്ടാകുന്നതിലൊക്കെ എല്ലാ സിനിമകളും നല്ലതാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി, ഞാൻ ഇതിന് മുന്നേ വേറെ സിനിമ അഭിനയിച്ചിട്ടുണ്ട് KSRTCയുടെ തന്നെ. പക്ഷെ എനിക്കിതെന്ന് പറഞ്ഞാൽ കുറേ കൂടി കൈയടക്കത്തിലും ഒതുക്കത്തിലും കുറേ കൂടിയും സിമ്പിളായിട്ടും വളരെ റോ ആയിട്ടും ഒരു കഥ പറയാനും അത് എക്സ്പ്രസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. നല്ല സിനിമയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഫീഡ്ബാക്ക് തരാനൊക്കെ നിങ്ങളും സുഹൃത്തുക്കളോടൊക്കെ പറയണം. ഓക്കെ, താങ്ക്സ്. എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണണം. ഇത്തരം സിനിമകൾ വിജയിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങളെല്ലാവരും നവമാധ്യമങ്ങളെ പ്രതിനിധീകരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഇത്തരം സിനിമയ്ക്ക് വേണ്ടി മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാര്യം മലയാള സിനിമയിൽ പെൺകുട്ടി അവർ ഒരു സ്ത്രീ ശാക്തീകരണം മാത്രമല്ല, ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും വളരെ മനോഹരമായി അഭിനയിച്ചു എന്നുള്ളതാണ്, ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് അഭിമാനമാണ്. KSRTCയുടെ KSRTC ഈ സിനിമ നിർമ്മിച്ചതിലും അഭിമാനമാണ്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. അപ്പോൾ അത്രയും വലിയ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വിക്ടോറിയ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നത്.
ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇനി എന്താ പറയുന്നത് പ്രേക്ഷകരോടൊക്കെ? എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം ആക്ച്വലി നമ്മൾ കൊച്ചിലൊക്കെ സ്വപ്നം കാണുന്നത് തിയേറ്ററിൽ എല്ലാവരും വന്ന് നിറയുന്നതാണല്ലോ സ്വപ്നം കാണാൻ. അപ്പം അതാ എനിക്ക് കാണാൻ ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. എല്ലാ ഫെസ്റ്റിവലിലും പോകുമ്പോഴും എല്ലാ ഷോയും ഫുള്ളാവും. അപ്പോൾ അതുപോലെ കൊമേഴ്ഷ്യൽ റിലീസ് ആകുമ്പോഴും അങ്ങനെ ഫുള്ളാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോറി കേട്ടോ, ഞാൻ ഇങ്ങനെ കുറേ ക്യാമറ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ പറയുമ്പോഴേക്ക് ഇച്ചിരി പ്രശ്നമായിരിക്കും. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വീട് ആക്ച്വലി ഒരു തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, എൻ്റെ പടം എപ്പോഴായിരിക്കും ഈ തിയേറ്ററിൽ വരാമെന്നൊക്കെ. ആ തിയേറ്ററിൽ തന്നെ പടം വരുന്നുണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെൻ്റാണ്. അപ്പോൾ അത് എല്ലാവരും വന്ന് കണ്ടാലാണത് ശരിക്കും നല്ലൊരു മൊമെൻ്റാണ്. താങ്ക് യു. അതിൻ്റെ മേക്കിംഗ് ഒക്കെ രസമുണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, എല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയി നല്ല രസമുണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഈ സ്ത്രീ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ വുമൺ സെൻട്രിക് മൂവീസ് വരണമെന്നൊരു ഭയങ്കര ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണ് വിക്ടോറിയ സംവിധായക ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകളെ ഒത്തിണക്കിക്കൊണ്ട സിനിമ. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് കമേഴ്ഷ്യൽ ഒക്കെ ഭയങ്കര ബിസിനസ് കമേഴ്ഷ്യൽ ടൈപ്പ് പടമല്ല. ഒരു പ്രത്യേക തരം ഭയങ്കര ഒരു വേറൊരു സ്റ്റൈൽ ഓഫ് ഓഡിയൻസുള്ള സിനിമയുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ ഭയങ്കര രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.